എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാം യേശുവേ. എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാം യേശുവേ. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിരുന്നേ. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിരുന്നേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിന്റെ പുസ്തകം 30-ാം അധ്യായം 7-ാമത് വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: തൂവയുടെ കീഴെ അവർ ഒന്നിച്ചു കൂടുന്നു എന്നുള്ള ഒരു വാക്കാണ്. മനുഷ്യരൊക്കെയും അവരുടെ ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ വ്യത്യസ്തങ്ങളായ ഇടങ്ങളിൽ പാർക്കുകയും ആശ്രയിക്കുകയും അഭയം പ്രാപിക്കുകയും ചെയ്തിട്ടുള്ള ചരിത്രങ്ങൾ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. തൂവയുടെ സാന്നിധ്യം രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള സ്ഥലം പാറ നിറഞ്ഞ സ്ഥലങ്ങളിലും കീഴ്ക്കാൻ തൂക്കായുള്ള സ്ഥലങ്ങളിലുമൊക്കെയാണ് തൂവയുടെ സാന്നിധ്യത്തെക്കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ ഭക്തന്മാരുടെ ജീവിതത്തിൽ അവർ അഭയം ചെല്ലുന്നതിനും അവർ ഒളിച്ചിരിക്കുന്നതിനും പല സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തിരുന്നു എന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 48-ാമത് വാക്യവും രാജാക്കന്മാർക്കെഴുതിയ 1-ാം പുസ്തകം 4-ാം അധ്യായം 25-ാമത് വാക്യവും മീഖാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 4-ാം വാക്യവും ഒക്കെ വായിക്കുമ്പോൾ ഭക്തന്മാരായിരുന്ന ആളുകൾ ആശ്രയത്തിനും അഭയത്തിനും ഒളിയിടമായുമൊക്കെ അത്തിയുടെ കീഴിലും മുന്തിരി വള്ളിയുടെ കീഴിലുമൊക്കെ പോയിരുന്നിട്ടുള്ള അനവധി സാഹചര്യങ്ങളുണ്ട് എന്ന് വ്യക്തത വരുത്തുന്നത് കാണുവാൻ കഴിയുകയാണ്. സത്യാന്വേഷിയായി നടന്നിരുന്ന നഥനിയേൽ യേശു കർത്താവിന്റെ അരികിലേക്ക് വരുമ്പോൾ യേശു നഥനിയേലിനെ നോക്കി പറയുന്നത്, ഒരു സാക്ഷാൽ ഇസ്രായേല്യൻ, കപടമില്ലാത്തവൻ എന്ന് പറയുകയാണ്. ആ വാക്ക് കേൾക്കുന്ന നഥനിയേല് യേശുവിനോട് തിരിച്ചു ചോദിക്കുന്നത്, എന്നെ എങ്ങനെ അറിയും, എന്നെ എവിടെ വെച്ച് കണ്ടിട്ടുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന്റെ മറുപടിയും യേശു പറയുകയാണ്, ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിനു മുൻപ് നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് ഓർപ്പിച്ചു പറയുകയാണ്. ജീവിതത്തിൽ ഭയപ്പെടുത്തുന്ന, വേദനപ്പെടുത്തുന്ന, സങ്കടപ്പെടുത്തുന്ന, മുൻപോട്ടു പോകാൻ കഴിയാത്ത നിരവധി സാഹചര്യങ്ങൾ ഭക്തന്മാരുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ളതുപോലെ എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. ആ സന്ദർഭങ്ങളിൽ പല ഇടങ്ങളിലും നാം അഭയം പ്രാപിക്കുകയും ആരും നമുക്ക് വേണ്ടിയില്ല, ആരും നമ്മെ കാണുന്നില്ല എന്ന് പറയുമ്പോഴും നമുക്ക് വേണ്ടി വെളിപ്പെടുന്ന, നമ്മെ കാണുന്ന ഒരു ദൈവമുണ്ടെന്ന് ഈ വാക്കുകൾ ഓർപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ പ്രത്യേകമായ ചില സാഹചര്യങ്ങളിൽ തൂവയുടെ കീഴിലോ അത്തിയുടെ കീഴിലോ മുന്തിരിവള്ളിയുടെ കീഴിലോ ഒക്കെ
പോയിരിക്കേണ്ട സാഹചര്യം കടന്നു വരാം. എങ്ങനെ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ വരാം. എന്നാൽ നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ കരത്തിനു വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കാം. ആ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ആ വിടുതൽ അനുഭവിക്കേണ്ടതിന് ദൈവം മുൻപാകെ സമർപ്പിക്കാം. അതിന് ദൈവം നമ്മെ ശക്തരാക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ലായ്മകളും ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും ഭീഷണികളും കടന്നു വരാം. ഞങ്ങൾ ഓടി ഒളിക്കേണ്ടി വന്നെന്ന് വരാം. പക്ഷെ ഞങ്ങളുടെ ഒളിയിടങ്ങളിൽ ഞങ്ങളെ അന്വേഷിച്ചു വന്ന് ഞങ്ങളെ അവിടെ നിന്ന് വിടുവിക്കുന്ന ദൈവസാന്നിധ്യത്തിനായി സ്തോത്രം. ദൈവം അത്ഭുതം ചെയ്യണം, വലിയ വിടുതൽ നിറയ്ക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.